നമുക്കറിയാം, കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിൽ വെള്ളം കയറി, പല സ്ഥലങ്ങളിലും മരങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്ന കാറ്റുകളായി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസം പര്യവസാനം കുറിക്കുമ്പോൾ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താണ്? കാറ്റടിക്കുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന എന്താണ്? ശക്തമായ മഴയൊന്നുമല്ല, ചെറിയ തോതിലുള്ള മഴയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ച ആ പ്രാർത്ഥന എന്താണെന്നും, അതോടൊപ്പം ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകമായി ഓതേണ്ട 5 സൂറത്തുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുക. ആ ദുൽഹിജ്ജ മാസയുടെ പവിത്രതയും മഴയുമായി ബന്ധപ്പെട്ട കാലക്കെടുതികളുമായി ബന്ധപ്പെട്ട ദുആയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എന്നെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ പ്രിയമുള്ളവരെ, നമുക്കറിയാം കാലവർഷം നമ്മിലേക്ക് അടുത്തിരിക്കുകയാണ്. പക്ഷേ കാലവർഷത്തിനും അപ്പുറം, നമ്മൾ ചിന്തിക്കാവുന്നതിലും അപ്പുറം ശക്തമായ മഴ പെയ്യുകയാണ്. ഇപ്പൊ ഈ 2 ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിലും മഴ തോരാതെ പെയ്ത് ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ. പക്ഷേ ആ റഹ്മത്ത് പലപ്പോഴും അള്ളാഹു അദാബായി മാറ്റാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും പല ദുരന്തങ്ങളും പലതായ പ്രശ്നങ്ങളും അതുപോലെ ഉരുൾപൊട്ടലും കാലക്കെടുതികളുമായി നമ്മൾ കണ്ടറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. അള്ളാഹു നമ്മളെ അതുപോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അടിപതറാതെ, ഇടറാതെ, പതറാതെ എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രതിബന്ധങ്ങളുടെ മഴവെള്ളപ്പാച്ചിലും അള്ളാനെ തവക്കുലാക്കി ജീവിക്കൽ ഒരു വിശ്വാസികളുടെ ഏറ്റവും വലിയ ഭാഗമാണ്, അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും വിശ്വാസി തകരാൻ പാടില്ല. കാരണം എന്തേ? അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഉപജീവന മാർഗം, രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗം അള്ളാഹുവിന്റെ റസൂല് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥനയിലൂടെ, ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, ഖുർആനിക ആയത്തുകളിലൂടെ, ഖുർആനിക സൂറത്തുകളിലൂടെ, അങ്ങനെ നമുക്കൊരു കവചം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മഴ നമുക്ക് ആവശ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നു. അള്ളാഹിന്റെ റസൂലെ, ഞാൻ കൃഷിക്കാരനാണ്, എന്റെ കുടുംബം പട്ടിണിയാണ്, കൃഷി നടക്കുന്നില്ല, വെള്ളമില്ല, നിങ്ങളൊന്ന് ദ്വാരക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കരങ്ങൾ ഉയർത്തി ആകാശത്തിലേക്ക് ദ്വാരനൂന്നാണ്. ആകാശത്തുനിന്ന് മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ആ മനുഷ്യൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മടങ്ങി വന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ, ഹസ്ബി യാ റസൂലല്ലാഹ്, മദി നബിയെ, മഴ ശക്തമാണ്, വെള്ളം കയറാൻ തുടങ്ങി, നിർത്തിത്തരണം. കാരണം മഴ അമിതമായാൽ അത് വലിയ പ്രശ്നമാണ് എന്നതിന്റെ തെളിവായി മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, മഴ നല്ലാതെ ശക്തമായി ശക്തി പ്രാപിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്നു. പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ട് അല്ലെങ്കിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നു, വീടുകൾ ഇടിഞ്ഞു വീഴുന്നു, കാറ്റടിക്കുന്നു, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു, നമ്മുടെ ഗതാഗതങ്ങൾ തടസ്സപ്പെടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയൊരു ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴകളൊക്കെ അല്ലാഹു നമുക്ക് അനുകൂലമാക്കി, കാറ്റുകൾ അനുകൂലമാക്കി, അന്തരീക്ഷം അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മഴ പെയ്യുന്നത് കണ്ടാൽ ഒരു ദുആ ചെയ്യണം. അത് ചെറിയ മഴയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കലാപല വലിയ ദുരന്തമായി അല്ലെങ്കിൽ വലിയ ശക്തമായ മഴയൊന്നുമല്ല. ചെറിയൊരു മഴ നിങ്ങൾക്ക് അനുകൂലമാണ്, മഴ പ്രശ്നമൊന്നും അല്ലാത്ത മഴയാണ് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ എന്ന് അധികരിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. നമ്മൾ പറയണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, ഇത് അനുകൂലമാക്കി തരണേ അല്ലാഹ്. സാധാരണ മഴയല്ല, വലിയ പേമാരിയാണ്, ശക്തമായ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ നിന്ന് മഴ പെയ്താൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല അനുകൂലമായ മഴയല്ല. തോരാതെ പെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉറപ്പൊന്നുമില്ലാത്ത പ്രദേശങ്ങളാണ്, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് വലിയ ശക്തമായ മഴയാണെങ്കിൽ നമ്മൾ അവിടെ ദുആ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അതും അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ശക്തമായ മഴ പെയ്താൽ ചൊല്ലേണ്ട ദുആ എന്താണ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഏതാണ്? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ, അല്ലാഹുമ്മ ഇജ്അൽഹാ സുഖിയ
സുഖിയാ റഹ്മ വലാ തജ്അൽഹാ സുഖിയാ അദാബ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിത്തിശ് ഷജർ അല്ലാഹുമ്മ ജഅൽഹാ സുഖിയാ റഹ്മ അല്ലാഹുമ്മ വലാ തജ്അൽഹാ സുഖിയാ അദാബ. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചവനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ല റബ്ബേ. അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബി വബുതൂനിൽ ഔദിയത്തി വമനാബിത്തിശ് ഷജർ, അല്ലാഹുവേ ഞങ്ങളുടെ വീടുണ്ട് റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങൾ ഞങ്ങൾക്കുണ്ടല്ല. ഇവിടെയൊന്നും വലിയ പേമാരി താങ്ങാനുള്ള കഴിവില്ല റബ്ബേ. അതുകൊണ്ട് കുത്തിപ്പെയ്യുന്ന മഴയുണ്ടല്ലോ, പേമാരി ഉണ്ടല്ലോ, അത് അല്ലാഹുവേ താഴ്വാരങ്ങളില് വൃക്ഷങ്ങളില് വൃക്ഷങ്ങളുടെ വേരുകളില് എല്ലാം നീ നിറച്ചു കൊടുക്കണമല്ലാ. ഞങ്ങൾക്ക് പ്രശ്നം തരല്ലേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽഹാ സുഖിയാ റഹ്മ, അല്ലാഹുവേ ഈ മഴത്തുള്ള ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. വലാ തജ്അൽഹാ സുഖിയാ അദാബ, ഈ മഴത്തുള്ള ഞങ്ങൾക്ക് അനുകൂലമാക്കല്ലേ റബ്ബേ. ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യണം മഴ ശക്തമായാൽ. ഇനിയോ കാറ്റ് കൂടുതലാണ്, ചിലടത്ത് മഴ ഉണ്ടാകൂല, ശക്തമായ കാറ്റടിക്കാണ്, കാറ്റ് പ്രശ്നമാണ്. മരങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തുണ്ട്, നമ്മുടെ മരമാണോന്നില്ല, അപ്പുറത്തെ വീട്ടിലെ മരങ്ങളാകാൻ നമ്മുടെ വീടിന്റെ മുകളിലൂടെ നിൽക്കാണ്. വലിയ ദുരന്തമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശക്തമായ കാറ്റടിച്ചാൽ നബി തങ്ങൾ പറയുന്ന ഒരു ദുആ ഉണ്ട്. ഏതാണ് ആ ദുആ? അതാണ് ഈ കാണുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ നിന്നോട് ഇവന്റെ നന്മയെ ഞങ്ങൾ ചോദിക്കുകയാണ്, തിന്മയെ ഞങ്ങൾ ചോദിക്കുന്നില്ല, കാവല ചോദിക്കുന്നു. അല്ലാ പടച്ചവനെ കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന വികരിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാറ്റ് ശക്തമാകുമ്പോൾ, ഇനി ഇടിവെട്ടുമ്പോഴോ? ശക്തമായി ഇടിവെട്ടുകയാണ്. ഇടിവെട്ടിയാൽ നമ്മുടെ വീട്ടിലെ വൈദ്യുതോപകരണങ്ങളൊക്കെ നശിച്ചു പോകാറുണ്ട്. മിന്നലും ഇടിയും വരുമ്പോൾ എവിടെയാണ്? എന്താണ് പ്രാർത്ഥന? അതാണ് ഈ കാണുന്നത്. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. എന്നോട് പറയാം. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദ ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന ഈ പ്രാർത്ഥന പടച്ചവനെ, അല്ലാഹു ഇടിയെല്ലാം സൃഷ്ടിച്ചവൻ നീയാണ്. അല്ലാഹ് നിന്നിലേക്കാണ് തസ്ബീഹുകൾ മുഴുവനും. പടച്ചവനെ നിന്നിലാണ് ഹംദ് മുഴുവനും. അല്ലാഹുവേ എല്ലാ ദുരന്തങ്ങളെ തൊട്ടും പടച്ചവൻ എന്നോട് കാവലിനെ ചോദിക്കും എന്നർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ പതിവാക്കണം. ഈ ദുആകൾ നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഓർമ്മ കിട്ടൂല, എഴുതി നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും വെക്കണം. ഇവിടെ നമ്മൾ ചൊല്ലിയിരിക്കണം. നമുക്ക് അങ്ങനെ ചൊല്ലിയാൽ അദാബുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. പരിശുദ്ധമായ ദുൽഖഅദ മാസം ഇന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, പടിഞ്ഞാറൻ ചക്രവാളത്ത് സൂര്യൻ അമർന്നു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവാണ് ഇന്ന്. 30 പൂർത്തിയാക്കി. ഇന്നത്തെ രാത്രി ആദ്യത്തെ, ഇന്ന് നമ്മൾ അസ്തമിക്കുമ്പോ ഇന്ന് നമുക്ക് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവ്. നാളെ ദുൽഹിജ്ജ 1. നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ദിക്ർ ചൊല്ലണം, ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, തക്ബീറുകൾ ചൊല്ലണം, അതുപോലെ തൗബ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് പക്ഷെ മഴ ഇങ്ങനെ ശക്തമായിരുന്നു കൊണ്ടാണ് തുടക്കത്തിലെ മഴയെക്കുറിച്ചും ദുരന്തങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു പോയത്. അള്ളാഹു നമുക്കാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അതോടൊപ്പം നമ്മൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവ് മുതൽ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനരാത്രങ്ങൾ, അതല്ല മുഴുവനും, ഈ മാസം മുഴുവനും ചൊല്ലേണ്ട ചില സൂറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആകളുണ്ട്. അത് മറ്റൊരു വീഡിയോ നമ്മൾ പറയും. ഖുർആൻ കൊണ്ട് നമുക്ക് ആദ്യം പറയാം. അന്ന് ഖുർആനാണല്ലോ, പിന്നെയാണല്ലോ സുന്നത്ത് വരിക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിലെ ആയത്ത് സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ഫജ്റാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. സൂറത്തുൽ ഫജ്ർ വിശദീകരിക്കുന്നില്ല. ആ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൽ അശ്ർ, ഈ 10 ദിനരാത്രങ്ങളെ കുറിച്ച് പറയുന്ന ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. രണ്ടാമത്തത്, ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ഹജ്ജ് കർമ്മം. ഹജ്ജിനെ പ്രതിപാദിക്കുന്ന സൂറത്തുൽ ഹജ്ജ് നമ്മൾ പാരായണം ചെയ്യണം. മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് പാരായണം ചെയ്താൽ ഉടൻ തന്നെ അവർ ഹജ്ജിന് ഭാഗം വാങ്ങി ലഭിക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് എന്ത് ചെയ്യണം? 10 ദിനരാത്രങ്ങളല്ല, കഴിയുമെങ്കിൽ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം മുഴുവനും ഓതിക്കോളി. അത് രാത്രി ആകണമെന്നില്ല, രാവിലെ തുടങ്ങി അല്പം വെച്ച് ഓതാം. പൂർത്തിയാക്കിയാൽ മതി ഒരു ദിവസം ഒരു സൂറത്ത്.
സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാം. മൂന്നാമത്തത് സൂറത്തുൽ യാസീനാണ്. നമ്മൾ ഓതുന്നവരാണ്, എന്നാലും നമ്മൾ ഓതുന്നതിന് മുന്നേ നമ്മൾ സാധാരണ ഓതി വിടല. പക്ഷെ ദുൽഹിജ്ജ മാസമാകും ഉറച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തിന് യാസീൻ ഓതുകയാണ് എന്ന് മാസത്തെ കൂടി ഒന്ന് എടുത്തു പറഞ്ഞാൽ 100 അത് വലിയ പ്രതിഫലമാണ്. ആ മാസത്തെ പരിഗണിച്ച കൂലിയും കൂടി കിട്ടും. അപ്പൊ സൂറത്തുൽ യാസീൻ. നാലാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഇഖ്ലാസിന്റെ മഹത്വം നമ്മൾ പലതവണ പറഞ്ഞവരും കേട്ടവരും അറിഞ്ഞവരും ഒക്കെയാണ്. സൂറത്തുൽ ഇഖ്ലാസ് 200 തവണ ദുൽഹിജ്ജ മാസത്തെ ദിവസം ഓതിയാൽ ആ മനുഷ്യന് ദുരന്തങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കാലക്കെടുതികൾ, കടങ്ങൾ ഒന്നും അവൻ അല്ലാഹു കൊടുക്കൂലെന്നാണ്. ഒരു ദിവസം ദുൽഹിജ്ജ മാസത്തിൽ ഒരു ദിവസം 200 വട്ടം. നമുക്ക് എളുപ്പമല്ലേ? നമുക്ക് ഓരോ വക്കത്ത് എത്ര മിനിറ്റ് വേണം ഇഖ്ലാസ് ഓതാൻ? 200 വട്ടം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി. ഒറ്റ ഇരിപ്പി ഓതണമെന്നില്ല, ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലൊക്കെ ഓതാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അശുദ്ധിയുള്ള ഉമ്മമാരെ നിങ്ങളത് മാറുമ്പോൾ ഓതാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 200 വട്ടം ഓതിയാൽ ശക്തമായ ദുരന്തങ്ങൾ, കാലക്കെടുതികൾ, ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹ് കാക്കുന്നാണ്. 200 വട്ടം അത് ഓതുക. അതോടൊപ്പം 5-ാമത്തെ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക. മുൽക്ക് എല്ലാ ദിവസവും ഓതാൻ നല്ലതാണ്. പക്ഷെ ദുൽഹിജ്ജ മാസത്തെ പരിഗണിച്ച് ഓതുമ്പോൾ അത് വല്ലാത്ത പ്രതിഫലം കൂടി കിട്ടും. അങ്ങനെയുള്ള ഈ 5 സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. അതിന് പുറമെ നമ്മൾ പല ആളുകളും പല സൂറത്ത് ദുഹാൻ ഓതുന്നവരുണ്ട്, സൂറത്തുൽ മുസമ്മിൽ ഓതുന്നവരുണ്ട്, അങ്ങനെ സൂറത്തുകൾ ഓതുന്നവരുണ്ട്. അത് നിങ്ങൾ പതിവാക്കിക്കോളി. പ്രത്യേകിച്ച് ഈ സൂറത്തുകൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ചൊല്ലിൻ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും പകർത്തുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായി. കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഒരു പുതിയ മനുഷ്യനായി 10 ദിനരാത്രങ്ങൾ അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരുമെന്ന് പറഞ്ഞ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഈ ദിനരാത്രങ്ങൾ പരമാവധി ഓഫറുകളുടെ പെരുമഴക്കാലമാണ്. റമളാനിന്റെ അവസാനത്തെ 10-നാണോ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്കാണോ മഹത്വം എന്ന് ചർച്ചകൾ പോലെ നടന്നിട്ടുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അത്രമാത്രം പവിത്രമായ ദിവസങ്ങൾ വരാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ പാഴാക്കാനില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള നല്ല നല്ല അറിവ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇതുപോലെ നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും ഹൈറും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം വിവിധ നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയലും തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്ന ഹദ്ദാദ് റാത്തീബൊക്കെയാണ്. അതിലേക്കും നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദുആവസിയത്തോടെ ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.